രണ്ടാം വിവാഹം കഴിഞ്ഞ് സുഖമായി ജീവിക്കുന്ന നടിമാർ നോക്കാം അതാരൊക്കെയാണെന്ന്. ഉർവശി മനോജക്കിന് വിവാഹം കഴിക്കുന്ന 2000-ലാണ്. 2008 ആ ബന്ധം പിരിഞ്ഞു. അതിനുശേഷം ശിവപ്രസാദ് എന്ന് പറഞ്ഞ ഒരാളുമായിട്ട് ഉർവശി വിവാഹം കഴിക്കുന്നു. 2013 അവർ സുഖമായിട്ട് ഇപ്പോൾ ജീവിക്കുന്നു. ഉർവശിയുടെ ഭർത്താവ് ഒരു സംവിധായകൻ കൂടിയാണ്. ഈ അടുത്ത കാലത്ത് ഒരു സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തിരുന്നു. അടുത്തതായി നമ്മുടെ എല്ലാം പ്രിയങ്കരിയായിരുന്ന ദിവ്യോണിയാണ്. അവർ വിവാഹം കഴിച്ചത് സുധീർ ശേഖർ എന്ന് പറഞ്ഞ ആളെയാണ്. 2002 വിവാഹം കഴിക്കുന്നത്. 2017 ബന്ധം പിരിക്കുന്നു. പിന്നെ അരുൺകുമാർ എന്ന് പറഞ്ഞ ഒരാളെ 2018 ഇവർ വിവാഹം കഴിച്ചു. ഇവർ ഉപസുഖമായിട്ട് ജീവിക്കുകയാണ്. അമേരിക്കയിൽ ഡാൻസ് സ്കൂളൊക്കെ ഉണ്ട് ഇവർക്ക്. പിന്നുള്ളത് നിശാ ചന്ദ്രയെ കാവ്യമാധവ് വിവാഹം കഴിക്കുന്നത് 2009-ലാണ്. ആ ബന്ധം പിരിയുന്നത് 2011-ലാണ്. അതിനുശേഷം 2016 ദിലീപിനെ കാവ്യമാധവ് വിവാഹം കഴിച്ചു സുഖമായിട്ട് ഇപ്പോൾ ജീവിക്കുന്നു. അടുത്തത് വിനയപ്രസാദാണ്. വിനയപ്രസാദ് VRK പ്രസാദ് എന്ന് പറഞ്ഞ ഒരാളെയാണ് 1988 വിവാഹം കഴിക്കുന്നത്. 1995 അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. അതിനുശേഷം വിനയപ്രസാദ് ജ്യോതിപ്രകാശ് എന്ന് പറഞ്ഞ ഒരാളെ 2002 വിവാഹം കഴിച്ചു. അദ്ദേഹം മൊത്തമാണ് ഇപ്പോൾ ജീവിക്കുന്നത്. വിനയപ്രസാദിന് ഒരു മോളാണുള്ളത്. ഈ അടുത്ത കാലത്ത് കിളിപോയ വർത്താനമൊക്കെ പറഞ്ഞാണ് അഭിലാഷ് കുമാർ എന്ന് പറഞ്ഞ ഒരാളെ 2004 വിവാഹം കഴിക്കുന്നു. 2013 ആ ബന്ധം പിരിയുന്നു. 2024 പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ എന്ന് പറഞ്ഞ ഒരാളെ ലെന വിവാഹം കഴിക്കുന്നു. സുഖമായിട്ട് ഇപ്പോൾ ജീവിക്കുന്നു. ലെനയ്ക്ക് ശേഷം വരുന്നത് നമ്മുടെ അമല പോളാണ്. അമല പോൾ 2014-ലാണ് വിജയ് എന്ന് പറഞ്ഞ തമിഴ് സംവിധാനം വിവാഹം കഴിക്കുന്നത്. 2017 വേർപിരിഞ്ഞു. അതിനുശേഷം ജഗത് ദേശായി എന്ന് പറഞ്ഞ ഒരാളെ 2023 അമല പോൾ വിവാഹം കഴിച്ചു. സുഖമായിട്ട് ജീവിക്കുന്ന ഒരു കുഞ്ഞൊക്കെ ഉണ്ട് ഇപ്പോൾ.